വസുന്ധരാമേ, കിച്ചേട്ട ഓഡിറ്റോറിയത്തിലേക്ക് പോയോ? ഏട്ടന്റെ ഫോൺ കുറെ നേരമായി അടിക്കുന്നു. ഉമ്മറത്തേക്ക് ഫോണുമായി ഓടി വന്ന് ഒരു പെൺകുട്ടി ചോദിച്ചു. അവൻ പോയല്ലോ, ആരാ ലച്ചു വിളിക്കുന്നത്? മറുപടിയായി വസുന്ധര ആ പെൺകുട്ടിയോട് ചോദിച്ചു. ഒരു ശിവാനി. ലച്ചു ഫോണിന്റെ സ്ക്രീനിൽ തെളിഞ്ഞ പേര് പറഞ്ഞു. എങ്ങതാ, ഞാൻ സംസാരിക്കാം, മോള് പോയി റെഡിയാവും. ലച്ചുവിന്റെ നേരെ കൈകൾ നീട്ടി വസുന്ധര പറഞ്ഞപ്പോൾ ഫോൺ വസുന്ധരയുടെ കൈകളിലേക്ക് കൊടുത്ത ശേഷം ലച്ചു അകത്തേക്ക് പോയി. ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വസുന്ധര ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരായിരുന്നു? ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്ത് വസുന്ധര ചോദിച്ചു. ഹലോ, ഞാൻ ശിവാനി, കിരണിന്റെ ഫ്രണ്ടാണ്. അവനില്ലേ? മറുപടിയായി അവൾ ചോദിച്ചു. കിച്ചുവിടെ ഇല്ലല്ലോ മോളെ, അവൻ അമ്പലത്തിൽ പോയതാ. ഇന്നവന്റെ ഏട്ടന്റെ വിവാഹമാണ്. പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അവ അതിന്റെ ഓട്ടത്തിലാണ്. അവൻ വരുമ്പോ വിളിക്കാൻ പറയാട്ടോ. അതും പറഞ്ഞ് വസുന്ധര ഫോൺ കട്ട് ചെയ്ത ശേഷം വിവാഹത്തിന്റെ തിരക്കുകളിലേക്ക് തിരിഞ്ഞു. ഫോണിലൂടെ കേട്ട വാർത്തയിൽ ശിവാനിയുടെ ഹൃദയം രണ്ടായി പിളർന്നു. കയ്യിൽ നിന്ന് ഫോൺ ഊർന്ന് താഴെ വീണു. അവളുടെ കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടു. അവൾ പതിയെ ഭിത്തിയിലൂടെ ഊർന്നിറങ്ങി. താഴത്തെ ടൈൽസ് ശരീരം ചേർത്തപ്പോൾ ഒരു നടുക്കം അനുഭവപ്പെട്ടു. നിലത്ത് കൈമുട്ടുകൾ കുത്തി തോളുകൾ ചുമരിച്ചാരി ഫോണിലൂടെ കേട്ട സത്യത്തെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. ഫ്ളാറ്റ് തുറന്ന അനു കാണുന്ന ചുമരി ചാരിയിരിക്കുന്ന ശിവാനിയാണ്. ശിവ, തലവേദന കുറഞ്ഞില്ലേ? ആശുപത്രി പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്? ശിവാനിയുടെ അരികിലിരുന്ന ശേഷം അനു ചോദിച്ചു. നിറമിഴികളുമായി ശിവാനി ഒരു പേപ്പർ എടുത്ത് അനുവിന്റെ നേരെ നീട്ടി. അതിലെ റിസൾട്ട് കണ്ടപ്പോൾ അനുവിന് ഒത്തിരി സന്തോഷമായി. അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അനു ശിവാനിയുടെ നേരെ തിരിഞ്ഞു. നല്ല വാർത്തയാണല്ലോ, റിസൾട്ട് കിട്ടിയിട്ട് നീ കണ്ണേട്ടനെ വിളിച്ചോ? അനു തലചരിച്ച് ശിവാനിയെ നോക്കി ചോദിച്ചു. മറുപടിയായി നിറമിഴികളോടെ ശിവ അനുവിനെ നോക്കി. എന്താടി, നിനക്ക് എന്താ പറ്റിയത്? ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം അറിഞ്ഞിട്ടും നിനക്ക് എന്താ ഒരു സന്തോഷം ഇല്ലാത്തത്? ശിവാനിയുടെ താടിയെ പിടിച്ച് അനു ചോദിച്ചു. കണ്ണേട്ടന്റെ വിവാഹം കഴിഞ്ഞു. ഇടറിയ ശബ്ദത്തിൽ ശിവാനി പറഞ്ഞപ്പോൾ ഞെട്ടലോടെ അനു ശിവാനിയെ നോക്കി. നീ എന്താ പറഞ്ഞത്? കേട്ടത് വിശ്വസിക്കാനാവാതെ അനു ശിവാനിയോട് ചോദിച്ചു. അനു എന്നും വിളിച്ച് ശിവാനി അനുവിനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ശിവ, നീ കരയാതെ, അവളെ ആശ്വസിപ്പിച്ച് അനു പറഞ്ഞിട്ടും ശിവാനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശിവാനിയുടെ ഏങ്ങലുകൾ ആ മുറിയിൽ മുഴങ്ങി. ശിവാനിയുടെ കരച്ചിൽ മാറി അവൾ ശാന്തയപ്പോ അനു അവളെ അടർത്തി മാറ്റി. നിന്നോട് ആരാ കണ്ണേട്ടനെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞത്? ശിവാനിയെ നോക്കി അനു ചോദിച്ചു. ശിവാനി നിറഞ്ഞ മിഴികൾ അവളുടെ പുറംകൈ കൊണ്ട് തുടച്ചു മാറ്റിയ ശേഷം മങ്ങിയ മുഖത്തോടെ അനുവിനെ നോക്കി. കണ്ണേട്ടനെ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ ഞാൻ കിച്ചുവിനെ വിളിച്ചിരുന്നു. ഫോൺ എടുത്തത് അവന്റെ അമ്മയാണെന്ന് തോന്നുന്നു. അപ്പോഴാ അറിഞ്ഞത് അവന്റെ ഏട്ടന്റെ വിവാഹമാണെന്ന്. ഇടറിയ ശബ്ദത്തിൽ ശിവാനി പറഞ്ഞപ്പോൾ അനുവിന്റെ നെറ്റി ചൊളിഞ്ഞു. എന്നിട്ട് നീ കണ്ണേട്ടനെ വിളിച്ചോ? അനു സംശയത്തോടെ ചോദിച്ചു. ഫോൺ ഓഫാണ്. മറുപടിയായി അനുവിനെ നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ ശിവാനി പറഞ്ഞു. വീണ്ടും ശിവാനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ശിവ, മതി കരഞ്ഞത്. കരഞ്ഞിനി ഓരോന്ന് വരുത്തി വെക്കാൻ പോവാണോ നീ? ശാസനയോടെ അനു ശിവാനിയുടെ കണ്ണുനീർ തുടച്ചു. അനു, ഞാനിനി എന്താടി ചെയ്യുക? എന്റെ കണ്ണേട്ടൻ എന്തിനാടി എന്നോട്? അതും പറഞ്ഞ് ശിവാനി അനുവിനെ കെട്ടിപ്പിടിച്ച് വീണ്ടും കരയാൻ തുടങ്ങി. ശിവ, നീ കരയാതെ, എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ. അനു അവളെ ആശ്വസിപ്പിച്ചു. ഇത് ശിവാനി എന്ന ശിവ, ജനനത്തോടെ അമ്മയെ നഷ്ടപ്പെട്ടവൾ. പിന്നീട് അവൾക്ക് അച്ഛനായിരുന്നു എല്ലാം. 5-ാം വയസ്സിൽ ആ തണലും നഷ്ടമായി. പിന്നീട് അവൾ ജീവിച്ചത് അനാഥാലയത്തിലാണ്. അവിടെ നിന്ന് കിട്ടിയ കൂട്ടാണ് അനു. പിന്നീട് ഇന്ന് വരെ അവർ ഇണപിരിയാത്ത കൂട്ടുകാരാണ്. കോളേജിൽ വെച്ച് അവർക്ക് കിട്ടിയ കൂട്ടാണ് കിരൺ എന്ന കിച്ചു. കിച്ചുവിന്റെ ഏട്ടനാണ് കാർത്തിക് എന്ന ശിവയുടെ കണ്ണേട്ടൻ. ആദ്യം കാർത്തിയുമായി സൗഹൃദമായിരുന്നു രണ്ടുപേർക്കും. പിന്നീട് ശിവയുടെയും കണ്ണന്റെയും സൗഹൃദം പ്രണയമായി മാറി. സപ്പോർട്ടായി കിച്ചുവും അനുവും ഉണ്ടായിരുന്നു. കൊച്ചിയിലാണ് 4 പേരും ജോലി ചെയ്യുന്നത്. കിച്ചുവും കണ്ണനും നാദ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലും അനുവും ശിവയും മൈത്രി ഗ്രൂപ്പിലുമാണ് ജോലി ചെയ്യുന്നത്. ഒരുപാട് ആർഭാടത്തിനോടോ സമ്പത്തിനോടോ ശിവയ്ക്ക് താല്പര്യമില്ല, അതുപോലെ പണക്കാരോടും. ശിവ, എഴുന്നേക്ക്, എന്തെങ്കിലും കഴിക്കണ്ടേ? അനു ശിവാനിയുടെ ഷോൾഡറിൽ തട്ടി വിളിച്ചു. കരച്ചിലും വിഷമവും കൊണ്ട് തളർന്നു പോയവളെ അനു മുറിയിൽ കൊണ്ടുപോയി കിടത്തിയിരുന്നു. അനു വിളിച്ചപ്പോൾ ശിവാനി ചിമ്മി ചിമ്മി കണ്ണുകൾ തുറന്നു. വേണ്ടടി. കിടന്നുകൊണ്ട് തന്നെ ശിവ അനുവിനോട് പറഞ്ഞു. ഒന്നും കഴിക്കാതെ പറ്റില്ല, കാരണം ഇപ്പൊ നീ തനിച്ചല്ല. നിന്റെ ഉള്ളിൽ ഒരു ജീവൻ വളരുന്നുണ്ട് മോളെ. ഒന്നും അറിയാത്ത, ഒരു തെറ്റും ചെയ്യാത്ത ആ ജീവനെ പട്ടിണിക്കിടണോ? ശിവാനിയുടെ തലയിലൂടെ തഴുകി ആർദ്രമായി അനു ചോദിച്ചപ്പോൾ ശിവയുടെ കൈകൾ അവളുടെ ഉദരത്തിൽ തഴുകി. കണ്ണേട്ടന്റെയും തന്റെയും പ്രണയത്തിന്റെ അടയാളം. കാർത്തിക്കിന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ശിവ, കണ്ണ് നിറയ്ക്കാതെ എഴുന്നേക്ക്. ആരില്ലെങ്കിലും നിനക്ക് ഞാനുണ്ടാവും, വാ എഴുന്നേക്ക്. ശിവാനിയെ പതിയെ പിടിച്ച് എഴുന്നേപ്പിച്ചുകൊണ്ട് അനു പറഞ്ഞു. കണ്ണുകൾ തുടച്ച് ശിവ പതിയെ എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ പോയി. ശിവ ഫ്രഷായി വന്നപ്പോഴേക്കും അനു ഫുഡ് എടുത്തു വെച്ചു. അനുവിന്റെ കണ്ണൂരിട്ടലിൽ ശിവ ഫുഡ് കഴിച്ചു. ഫുഡും കഴിച്ച ശേഷം രണ്ടുപേരും കിടന്നു. കിടന്നിട്ടും ശിവയ്ക്ക് ഉറക്കം വന്നില്ല.
അവൾ കാർത്തിക്കിന്റെ ഓർമ്മയിലായിരുന്നു. കണ്ണേട്ടാ, എന്നെ വേണ്ടാന്ന് വെക്കുവോ? കാർത്തിയുടെ കൈകളെ കൂട്ടിപ്പിടിച്ച് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ശിവ ചോദിച്ചു. ശിവാനിയെ മറക്കുന്ന നിമിഷം കാർത്തിക്കിന്റെ ജീവൻ ഈ ശരീരത്തിൽ നിന്നും പോയിട്ടുണ്ടാവും. ഒരു നിമിഷം പോലും ആലോചിക്കാതെ കാർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിലോ ഈ അനാഥ പെണ്ണിനെ കെട്ടാൻ? വീണ്ടും കാർത്തിയെ നോക്കി അവൾ ചോദിച്ചു. അവര് സമ്മതിക്കും പെണ്ണെ, കാർത്തി ചിരിയോടെ പറഞ്ഞു. സമ്മതിച്ചില്ലെങ്കിൽ? ശിവ വീണ്ടും ചോദിച്ചു. അതിന്റെ കാരണം അവളുടെ ഉള്ളിലെ ഭയം തന്നെയായിരുന്നു. അനാഥയായതുകൊണ്ട് സ്കൂളിൽ പോലും അവഗണന ഏറ്റിരുന്നു. കാർത്തി ഒരു നിമിഷം കണ്ണുകൾ അടച്ച്. നീ വണ്ടി കയറ്. കണ്ണുകൾ തുറന്ന് കാർത്തി ശിവയോട് പറഞ്ഞു. എന്തിനാ കണ്ണേട്ടാ? നെറ്റി ചൊളിച്ച സംശയത്തോടെ ശിവാനി കാർത്തികിനോട് ചോദിച്ചു. നീ കയറ്, പറയാം. കണ്ണ് ചിമ്മി കാർത്തി വീണ്ടും അവളോട് പറഞ്ഞു. വണ്ടി കയറടി. വണ്ടി കയറാതെ എന്തോ ആലോചിച്ച് നിൽക്കുന്നവളെ നോക്കി കാർത്തി ഗൗരവത്തിൽ പറഞ്ഞു. എങ്ങോട്ടാ പോണേന്ന് പറയാതെ ഞാൻ കയറില്ല. ശിവാനി ഗൗരവത്തിൽ പറഞ്ഞു. എന്നെ വിശ്വാസമാണെങ്കിൽ വണ്ടി കയറ്. അവളെ നോക്കി അത്രമാത്രം പറഞ്ഞ ശേഷം കാർത്തി വണ്ടി കയറി. ഒരു നിമിഷം നിന്ന ശേഷം ശിവാനിയും വണ്ടി കയറി. എന്റെ കണ്ണേട്ടനെ എനിക്ക് വിശ്വാസമാണ്. അവന്റെ വലത് കൈയിൽ പിടിച്ച് പുഞ്ചിരിയോടെ ശിവാനി പറഞ്ഞപ്പോ കാർത്തിയുടെ ചുണ്ടി മനോഹരമായി ചിരി വിരിഞ്ഞു. കണ്ണേട്ടാ, എങ്ങോട്ടാ പോണേ? വണ്ടിയെ കയറിയ ശേഷം ശിവാനി വീണ്ടും ചോദിച്ചു. മറുപടിയായി കാർത്തി കണ്ണു ചിമ്മി കാണിച്ചു. കാർത്തിയുടെ വണ്ടി നേരെ ചെന്ന് നിന്നത് ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. ഇറങ്ങ്. ശിവയോട് അത്രയും പറഞ്ഞ് കാർത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങി. കണ്ണേട്ടാ, ഈ സമയത്ത് എന്താ ഇവിടെ? വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവൾ കാർത്തിയോട് ചോദിച്ചു. നീ വാ, പറയാം. അതും പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കുന്നതിനിടെ കാർത്തി പറഞ്ഞു. പ്രാർത്ഥിക്ക്. ശ്രീകോവിലിന് മുന്നിലെത്തി അവളുടെ കൈ വിട്ടുകൊണ്ട് കാർത്തി പറഞ്ഞു. ശിവ കണ്ണടച്ച് ശ്രീകോവിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. കണ്ണു തുറന്നപ്പോ താലിയുമായി കണ്ണ മുന്നിലുണ്ട്. കെട്ടിക്കോട്ടെ. കാർത്തി താലി അവളുടെ നേരെ നീട്ടി അനുവാദം ചോദിച്ചു. കണ്ണേട്ടാ, ഇത്? അവളുടെ കണ്ണുകളിൽ അമ്പരപ്പായിരുന്നു. എന്റെ അച്ഛനും അമ്മയും എന്റെ ഇഷ്ടത്തിന് ഒരിക്കലും എതിര് നിൽക്കില്ല. പക്ഷെ ഈ താലി നിന്റെ വിശ്വസത്തിന് വേണ്ടി മാത്രമാണ്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പ്രണയത്തോടെ കാർത്തി പറഞ്ഞു. ശിവാനിയുടെ സമ്മതത്തോടെ, ഈശ്വരന്മാരുടെ അനുഗ്രഹത്തോടെ ഞാൻ കെട്ടിക്കോട്ടെ? അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിയോടെ കാർത്തി ചോദിച്ചു. ശിവയുടെ കണ്ണുകളിൽ അമ്പരപ്പായിരുന്നു. കണ്ണേട്ടാ, ഞാൻ... അവളുടെ ശബ്ദം ഇടറി. വേണ്ടെന്ന് പറയില്ലേടി, കെട്ടിക്കോട്ടെ. ഒരിക്കൽ കൂടി കാർത്തി അവളോട് സമ്മതം ചോദിച്ചു. കാർത്തിയുടെ വാക്കുകൾ തള്ളിക്കളയാൻ ശിവയ്ക്ക് കഴിയുമായിരുന്നില്ല. കാരണം അവളുടെ ആഗ്രഹമാണ് അവളുടെ കണ്ണേട്ടന്റെ താലി. ശിവാനി തലയാട്ടി സമ്മതമാണെന്ന് പറഞ്ഞു. കാർത്തിക് ശിവാനിയെ ഈശ്വരന്മാരെ സാക്ഷി നിർത്തി താലി കെട്ടി. അവിടത്തെ താലത്തിൽ നിന്ന് കുങ്കുമം എടുത്ത് നെറുകയെ തൊട്ടു കൊടുത്തതിനൊപ്പം അവന്റെ ചുണ്ടുകൾ അവിടെ പതിയുകയും ചെയ്തു. താലി കെട്ടിയ ശേഷം അമ്പലത്തിന്റെ പടി രണ്ടുപേരും ഇരുന്നു. ശിവാനി താലി കൈകളിലെടുത്ത് അതിലേക്ക് നോക്കി. എന്താടി താലിയിലേക്ക് നോക്കുന്നത്? ശിവയുടെ നോട്ടം കണ്ട് കാർത്തി ചോദിച്ചു. സ്വപ്നം പോലെ തോന്നുന്നു കണ്ണേട്ടാ. കാർത്തിയുടെ കൈകളെ മുറുകെ പിടിച്ച് ശിവാനി പറഞ്ഞപ്പോ പുഞ്ചിരിയോടെ കാർത്തി അവളെ ചേർത്ത് പിടിച്ചു. കണ്ണേട്ടാ, ഒരു സംശയം ചോദിച്ചോട്ടെ? പെട്ടെന്ന് എന്തോ ഓർത്ത് ശിവാനി കാർത്തിക്കിനെ നോക്കി. എന്താടി? പൊരികം ചൊളിച്ച് കാർത്തി അവളോട് ചോദിച്ചു. പെട്ടെന്ന് എവിടെന്നാ താലി കിട്ടിയത്? തല ചരിച്ച് നെറ്റി ചൊളിച്ച് അവൾ ചോദിച്ചു. വാ, കാണിച്ചു തരാം. അതും പറഞ്ഞ് കാർത്തി അവളെ അമ്പലത്തിന്റെ സൈഡിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള ആൽമരത്തിൽ കുറച്ച് താലികളും ഉണ്ടായിരുന്നു. കണ്ണേട്ടാ, ഇതെന്താ ഇങ്ങനെ താലി? സംശയത്തോടെ ശിവ വീണ്ടും ചോദിച്ചു. ഇവിടെ വർഷങ്ങളായി ഇങ്ങനൊരു ആചാരമുണ്ട്. അടുത്ത ശിവരാത്രി വരെ ഈ താലികൾ ഇവിടെ ഉണ്ടാവും. ശിവരാത്രിയുടെ അന്ന് ഈ താലികൾ മാറ്റി വേറെ താലികൾ പൂജിച്ചു കിട്ടും. നമ്മളെപ്പോലെ പെട്ടെന്ന് വിവാഹം കഴിക്കേണ്ടി വരുന്നവർക്ക് വേണ്ടിയാവും. ചിരിയോടെ കാർത്തി പറഞ്ഞപ്പോ അവളും പുഞ്ചിരിച്ചു. കണ്ണേട്ടാ, കിച്ചു അനു നമ്മളെ കൊല്ലും. തിരികെയുള്ള മടക്കയാത്രയെ ശിവ കാർത്തിയോട് പറഞ്ഞു. അവരെ പറഞ്ഞ് മനസ്സിലാക്കാം, വേറെ ആരും ഇപ്പോ അറിയണ്ട. എന്തോ ആലോചിച്ച ശേഷം കാർത്തി പറഞ്ഞു. അനുവും കാർത്തിയും അറിഞ്ഞപ്പോ രണ്ടുപേരെയും കൊന്നില്ല എന്നേ ഉള്ളൂ. ഒരുമിച്ചുള്ള ജീവിതം വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ മതിയെന്ന തീരുമാനം കാർത്തിയും ശിവയും ഒരുമിച്ചെടുത്തിരുന്നത് കൊണ്ട് പഴയതുപോലെ 2 ഫ്ലാറ്റിലാണ് താമസം. പിന്നെയും 2-3 ആഴ്ച അങ്ങനെ തന്നെ പോയി. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ശിവാനി അമ്പലത്തിൽ പോകാറുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തു വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. കുടയില്ലായിരുന്നത് കൊണ്ട് ഫ്ളാറ്റിൽ എത്തിയപ്പോഴേക്കും ശിവാനി നന്നായി നനഞ്ഞിരുന്നു. തണുപ്പ് കൊണ്ട് അവളുടെ ശരീരം ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഷോൾ പിഴിഞ്ഞ് മുടിയിലെ വെള്ളം തട്ടി മാറ്റിക്കൊണ്ട് അവൾ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് കാർത്തി തന്റെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത്. അവനെ കണ്ടതും ശിവാനിയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷെ പെട്ടെന്ന് തന്നെ അവളുടെ നെറ്റി ചുളിഞ്ഞു. കണ്ണേട്ടാ, ഇതെന്താ ഈ സമയത്ത്? രാവിലെ ഒരുമിച്ച് ഓഫീസിലേക്ക് ഇറങ്ങിയതായിരുന്നു. അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. ഓഫീസിൽ ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര തലവേദന, അതുകൊണ്ട് ലീവ് എടുത്തു പോന്നു. കാർത്തിയുടെ വാക്കുകൾ കേട്ടതും ശിവാനിയുടെ മുഖം വാടി. ആ കണ്ണുകളിൽ ആശങ്ക നിറയുന്നത് കണ്ട് കാർത്തി അവളുടെ അരികിലേക്ക് നീങ്ങി നിന്നു. എന്റെ പെണ്ണേ, നീ ഇനി ഇതിന്റെ പേര് കണ്ണു നിറയ്ക്കണ്ട. മരുന്ന് കഴിച്ച് ഒന്ന് ഉറങ്ങിയപ്പോ തലവേദനയ്ക്ക് മാറി. വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ, അപ്പോഴാ നിന്നെ കണ്ടത്.
തെളിഞ്ഞ മുഖത്തോടെയുള്ള അവന്റെ മറുപടി അവളുടെ ആശങ്കകൾ പുഞ്ചിരിയിലേക്ക് വഴിമാറി. അല്ല, നീ എന്താ ഇത്ര നേരത്തെ? അവൻ ചോദിച്ചു. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ കണ്ണേട്ടാ, അമ്പലത്തിൽ പോണം, അതുകൊണ്ട് നേരത്തെ ഇറങ്ങി. നനഞ്ഞ ചുരിദാറിന്റെ ഷോൾ കുടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. ശരിയാണല്ലോ, ഞാൻ അത് ഓർത്തില്ല. അവൻ നെറ്റിയെ വിരലോടിച്ചു. കണ്ണേട്ടൻ കഴിച്ചോ? തനിയെ കഴിക്കാൻ തോന്നിയില്ലടി. അവന്റെ സ്വരത്തിലെ ആ കുസൃതി ശിവാനി തിരിച്ചറിഞ്ഞു. എന്നാ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം, ഞാനും കഴിച്ചിട്ടില്ല. അതും പറഞ്ഞ് ശിവാനി ഫ്ളാറ്റിന്റെ ലോക്ക് തുറന്നു. രണ്ടുപേര് ഫ്ളാറ്റിനുള്ളിലേക്ക് കയറി. ആ സമയമെല്ലാം കാർത്തിയുടെ കണ്ണുകൾ ശിവാനിയിലായിരുന്നു. നനഞ്ഞു വിറയ്ക്കുന്ന അവളുടെ ചുവന്ന ചുണ്ടുകളിലും കഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന മഴത്തുള്ളികളും അവന്റെ നോട്ടം തറഞ്ഞു നിന്നു. മഴ നനഞ്ഞ അവളുടെ സാമീപ്യം അവന്റെ ഉള്ളിൽ പ്രണയത്തിന്റെ തിരിയിളക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. കണ്ണേട്ടാ, ഇരിക്കേ, ഞാൻ വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അതും പറഞ്ഞ് ശിവാനി അകത്തേക്ക് നടന്നു. ശിവ, കാർത്തിയുടെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. മറുപടി ഒന്നും പറയാതെ അവൻ അവൾക്കരികിലേക്ക് നടന്നു. അവന്റെ കണ്ണുകളിലെ തീക്ഷ്ണമായ ഭാവം കണ്ടതും ശിവാനി അറിയാതെ ഒരു നിമിഷം ശ്വാസം അടക്കി നിന്നുപോയി. എന്താ കണ്ണേ? അവളുടെ ചോദ്യം പൂർത്തിയാക്കാൻ അവൻ അനുവദിച്ചില്ല. അവന്റെ കരവലയത്തിനുള്ളിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു. കണ്ണേട്ടാ. വിറയ്ക്കുന്ന ചുണ്ടുകളോടെ പിടയ്ക്കുന്ന മിഴികളോടെ ശിവ വിളിച്ചപ്പോൾ, തന്റെ ദേഹത്തേക്ക് അമർന്ന ശിവയുടെ തണുത്ത ശരീരവും കൂടി ആയപ്പോൾ കാർത്തിക് അവന്റെ നിയന്ത്രണം നഷ്ടമായി. കാർത്തിയുടെ കൈകൾ അവളുടെ അരക്കെട്ടിലൂടെ മുറുകി. ജനലിലൂടെ വീശിയടിക്കുന്ന മഴയുടെ തണുപ്പും പാതി അടഞ്ഞ ശിവാനിയുടെ മിഴികളും തന്റെ ദേഹത്തേക്ക് അമർന്നിരിക്കുന്ന അവളുടെ വിറയ്ക്കുന്ന തണുത്ത ശരീരം കാർത്തിയുടെ നിയന്ത്രണം പൂർണ്ണമായും തെറ്റിക്കുന്നതായിരുന്നു. അവൻ അവളുടെ അതരങ്ങളിൽ തന്റെ അതരങ്ങൾ അമർത്തി വെച്ചപ്പോൾ ആ ചുംബനത്തിന് മഴയുടെ നനവും പ്രണയത്തിന്റെ മധുരവും ഉണ്ടായിരുന്നു. അവളുടെ ശ്വാസം വേഗത്തിലായി. തോളിലൂടെ ഊർന്നു വീണ നനഞ്ഞ ഷോൾ തറയിൽ പതിച്ചു. ശിവ, കാർത്തിക് പതിഞ്ഞ ശബ്ദത്തിൽ അവളുടെ ചെവിയിൽ ചുണ്ടുകൾ ചേർത്ത് വിളിച്ചു. ആ വിളിയിൽ ഒരു ഉടമസ്ഥാവകാശവും അതിലേറെ തീവ്രമായ പ്രണയവും ഉണ്ടായിരുന്നു. മറുപടിയായി കണ്ണുകളിൽ പ്രണയം നിറച്ച് അവൾ അവനെ നോക്കി. ശിവ, സ്വന്തമാക്കിക്കോട്ടെ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. കാർത്തിയുടെ വിരലുകൾ അവളുടെ നനഞ്ഞ മുടിയിഴകളിലൂടെയും കഴുത്തിലൂടെയും പടർന്നപ്പോൾ ശിവാനി അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. ലോകം അവർക്ക് ചുറ്റും നിശ്ചലമായതുപോലെ. ആ മുറിയിലെ നിശബ്ദതയെ ഭേദിച്ചത് അവരുടെ ഹൃദയമിടിപ്പുകളും പുറത്തെ മഴയുടെ താളവും മാത്രമായിരുന്നു. അവന്റെ ഓരോ സ്പർശനവും അവളിൽ പുതിയൊരു ഉണർവ് നൽകി. ഒടുവിൽ തണുത്ത കാറ്റും മഴത്തുള്ളികളും സാക്ഷിയാക്കി അവർ പരസ്പരം പൂർണ്ണമായി അലിഞ്ഞു ചേർന്നു. ആ നിമിഷം അവർ വെറും രണ്ട് ശരീരങ്ങളല്ല, മറിച്ച് പ്രണയം കൊണ്ട് ഇഴചേർന്ന ഒരൊറ്റ ആത്മാവായി മാറി. പരസ്പരം ഒന്നായി ശിവയുടെ നെഞ്ചിലേക്ക് തളർന്നു വീഴുന്നതിന് മുമ്പ് കാർത്തി അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. കണ്ണേട്ടാ. അവളുടെ നെഞ്ചി തലചാച്ചി കിടക്കുന്ന കാർത്തിയെ തലമുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് ശിവ വിളിച്ചു. അവ വിളിച്ചപ്പോ അവളെ ഒന്ന് നോക്കിയ ശേഷം അവളെയും കൊണ്ട് അവനൊന്ന് മറിഞ്ഞു. അവന്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു. ശിവ, ഞാൻ പെട്ടെന്ന് നിന്നെ അങ്ങനെ കണ്ടപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാർത്തി അവളുടെ കവളിലൂടെ വിരലുകൾ ഓടിച്ചു പറഞ്ഞു. ഞാൻ കണ്ണേട്ടന്റെ ഭാര്യയാണ്, ഇതിൽ കുറ്റബോധം വേണ്ട. എന്നായാലും വേണം. പിന്നെ കണ്ണേട്ടന്റെ വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് മതി എന്നൊരു ആഗ്രഹം. സാരമില്ല, ഞാൻ കൂടി സമ്മതിച്ചിട്ടല്ലേ. ഇത് കണ്ണേട്ടന് മാത്രം കുറ്റബോധം തോന്നണ്ട. അവന്റെ ഇടനെഞ്ചി ചുണ്ടുകൾ ചേർത്ത് അവൾ പറഞ്ഞു. രണ്ടുപേരും ഫ്രഷായി വന്നപ്പോഴേക്കും അനുവും കിച്ചുവും പുറത്തുണ്ടായിരുന്നു. രണ്ടുപേരെയും കണ്ടപ്പോൾ ശിവ കണ്ണന്റെ പുറകിൽ ഒളിച്ചു. ഒളിക്കണ്ട, എങ്ങ പോരെ. ഒളിച്ചു നിൽക്കുന്ന ശിവയെ നോക്കി കിച്ചു പറഞ്ഞു. എന്റെ മോളിന്ന് ഈ ദേവനെ കാണാനാണോ നേരത്തെ പോന്നത്? അനുവിന്റെ കളിയാക്കൽ കൂടി ആയപ്പോ പൂർത്തിയായി. രണ്ടുപേരും കൂടി ഞങ്ങളെ കളിയാക്കാതെ പോക്കേ. കാർത്തി ശിവയെ ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോ ആയിക്കോട്ടെ തമ്പ്ര എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു അവന്റെ ഫ്ളാറ്റിലേക്കും അനു അവളുടെ റൂമിലേക്കും പോയി. പിന്നീടുള്ള ദിവസങ്ങൾ പ്രണയത്തിന്റെ ആയിരുന്നു. ആർക്കും അസൂയ തോന്നുന്ന രീതിയിൽ അവർ പ്രണയിച്ചു. അനുവിനും കിച്ചുവിനും തോന്നിപ്പോയി ഇത്ര മനോഹരമായി പ്രണയിക്കാൻ പറ്റുമോ എന്ന്. മാസങ്ങൾ കടന്നുപോയി. കണ്ണനും ശിവയും ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളുമായി അവരുടെ പ്രണയകാലം മനോഹരമാക്കി. ശിവ. തല താഴ്ത്തിയിരിക്കുന്ന ശിവയെ ചേർത്ത് പിടിച്ച് കാർത്തി വിളിച്ചു. അവൾ പതിയെ മൂളി. നീ ഇങ്ങനെ ഇരുന്ന് ഞാൻ എങ്ങനെയാടി മനസ്സമാധാനത്തോടെ പോണത്? പോയ അച്ഛനോടും അമ്മയോടും ഞാനൊരു പാവം തൊട്ടാവാടിയെ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങളുടെ വിവാഹം നടത്തി തരണേ എന്ന് പറഞ്ഞ് സമ്മതം വാങ്ങി വരാം. കാർത്തി അവളെ നെഞ്ചോട് ചേർത്ത് പറഞ്ഞു. എന്നെ മറക്കുവോ? കാർത്തിയുടെ നെഞ്ചിൽ നിന്ന് മുഖം മാറ്റാതെ ശിവ അവനോട് ചോദിച്ചു. കാർത്തി ശിവയുടെ മുഖം കൈക്കുമ്പിളിലാക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അന്ന് കാർത്തി മരിച്ചു. അത്രയും പറഞ്ഞപ്പോഴേക്കും ശിവ കണ്ണന്റെ വാ പൊത്തി. ആവശ്യമില്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ കാത്തിരിക്കും, പോയിട്ട് വാ. ശിവ കണ്ണുകൾ നിറച്ച് കാർത്തിയുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് അവനെ കെട്ടിപ്പിടിച്ചു. അന്ന് വീട്ടുകാരോട് സമ്മതം വാങ്ങാൻ പോയതാണ്. ഇപ്പൊ ആഴ്ച 2ആയി. അച്ഛന് വയ്യ, അത്രയുമേ പറഞ്ഞോളൂ. എന്നും വിളിക്കും, സംസാരിക്കും. 2 ദിവസമായി ഫോൺ ഓഫാണ്. കിച്ചുവിനെ പലതവണ വിളിച്ചിട്ടാണ് ഒന്ന് കിട്ടിയത്. ശിവ, മതി ചിന്തിച്ചത്, ഉറങ്ങാൻ നോക്ക്. ഉറങ്ങാതെ ഓരോന്നും ചിന്തിച്ചു കിടക്കുന്നവളെ നോക്കി അനു പറഞ്ഞു. കണ്ണേട്ടന് എങ്ങനെയാടി എന്നെ മറക്കാൻ കഴിഞ്ഞത്? കാർത്തിയെക്കുറിച്ച് ഓർത്തപ്പോൾ ശിവയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. നീ ഉറങ്ങ്, ഈ സമയത്ത് ഉറക്കം വിളിക്കുന്നത് നല്ലതല്ല.
ശിവയുടെ തലയിലൂടെ തലോടി അനു പറഞ്ഞു. എപ്പോഴോ ശിവ ഉറങ്ങി. ശിവ എഴുന്നേക്ക്. അനു ശിവയെ തട്ടി വിളിച്ചു. അനുവിന്റെ വിളി ശിവ കണ്ണു തുറന്നു. ഞാൻ ഇന്ന് ഓഫീസിൽ വരുന്നില്ലടി, എന്റെ ലീവ് പറഞ്ഞേക്കാമോ? ശിവയുടെ വാക്കുകളിൽ ക്ഷീണം നിറഞ്ഞു. എന്താടി വയ്യേ? ടെൻഷനോടെ ശിവയുടെ നെറ്റി കൈവച്ച് അനു ചോദിച്ചു. കുഴപ്പമില്ലടി, ചെറിയൊരു ക്ഷീണമേ ഉള്ളൂ, നീ പൊയ്ക്കോ. ഇനിയും നിന്ന ഓഫീസിലെത്താൻ വൈകും. അനുവിന്റെ ടെൻഷൻ കണ്ട് ശിവ പറഞ്ഞു. ഞാൻ ഓഫീസിൽ വിളിച്ച് ലീവ് പറഞ്ഞു. അനു പറഞ്ഞപ്പോ ശിവ അവളെ ദയനീയമായി നോക്കി. പേടിയാണോ അനു, ഞാൻ എന്തെങ്കിലും അബദ്ധം ചെയ്യുമെന്നോർത്ത്? ശിവ അനുവിനെ നോക്കി പുഞ്ചിരിയോടെ ചോദിച്ചു. അങ്ങനെ ഒരു പേടി എനിക്കില്ല. എന്നെ മറന്ന്, നിന്റെ ഉള്ളിൽ വളരുന്ന ജീവനെ മറന്ന് നീ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഞാനിന്ന് ലീവ് എടുത്ത് നിനക്ക് നല്ല ക്ഷീണമുണ്ട്, നാളെ മുതൽ ഒരുമിച്ച് പോവാം. അനു പുഞ്ചിരിയോടെ ശിവയുടെ അരികിലിരുന്ന ശേഷം അവളുടെ കൈകളെ കൂട്ടിപ്പിടിച്ച് പറഞ്ഞു. രാവിലത്തെ ഭക്ഷണം കഴിച്ച ശേഷം ബാൽക്കണിയിൽ അനുവിന്റെ മടിയിൽ കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു ശിവ. അപ്പോഴാണ് പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങിയത്. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് ശിവ കണ്ണുകൾ തുറന്നു. നീ ഇരുന്നു, ഞാൻ നോക്കാം. അനു പറഞ്ഞപ്പോ വേണ്ട ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ശിവ എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് നടന്നു. ഒരു പ്രാവശ്യം കൂടി കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോ ശിവ ഡോർ തുറന്നു. ഡോറ് തുറന്ന ശിവ അമ്പരപ്പോടെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ നോക്കി. വസുന്ധര മേനോൻ, നാദ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥ. എന്താ കുട്ടി ഇങ്ങനെ നോക്കുന്നത്? ഞങ്ങൾ അകത്തേക്ക് കയറട്ടെ? അമ്പരപ്പോടെ തന്നെ നോക്കി നിൽക്കുന്ന ശിവയോട് വസുന്ധര പറഞ്ഞു. സോറി, ഞാൻ പെട്ടെന്ന് മാഡത്തിനെ കണ്ടപ്പോ. വരൂ. ആദ്യത്തെ അമ്പരപ്പ് മാറി ശിവ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോഴേക്കും അനുവും വന്നു. വന്നവരെ കണ്ടപ്പോ അനു അവരെ നോക്കി പുഞ്ചിരിച്ചു. എല്ലാവരും ഇരിക്കും, ഞാൻ കുടിക്കാനെടുക്കാം. അതും പറഞ്ഞ് അനുവിനെ അവിടെ നിർത്തിയ ശേഷം അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയവളെ വസുന്ധര തടഞ്ഞു. കുടിക്കാനൊക്കെ പിന്നെ എടുക്കാം, നിങ്ങളിരിക്കെ. വസുന്ധര ശിവയോടും അനുവിനോടും പറഞ്ഞപ്പോ അവർ പരസ്പരം നോക്കിയ ശേഷം ടേബിളിൽ ചാരി നിന്നു. ഞങ്ങളെ മനസ്സിലായോ? മനസ്സിലായി. ചന്ദ്രശേഖരൻ സാറും വസുന്ധര മേഡം നാദ് ഗ്രൂപ്പ്സിന്റെ. മറുപടി പറഞ്ഞത് ശിവയായിരുന്നു. ശിവയുടെ മറുപടിയിൽ പരസ്പരം നോക്കിയ ശേഷം അവർ പുഞ്ചിരിച്ചു. ഇത് ഞങ്ങളുടെ മൂത്ത മകൻ കിഷൻ, ഭാര്യ അശ്വിനി. ഇവനെ കൂടാതെ 2 ആമക്കൾ കൂടി ഞങ്ങൾക്കുണ്ട്. ചന്ദ്രശേഖരൻ പറഞ്ഞപ്പോ ശിവാനി സംശയത്തോടെ അയാളെ നോക്കി. ഞങ്ങൾ വന്നത് ശിവാനിക്ക് വിവാഹാലോചനയുമായാണ്. ചന്ദ്രശേഖരൻ പറഞ്ഞപ്പോ ശിവാനി ഞെട്ടലോടെ അനുവിനെ നോക്കി. അനുവിന്റെ മുഖത്തും ഞെട്ടലാണ്. വസുന്ധര എഴുന്നേറ്റ് ശിവയുടെ അരികിലെത്തി. മോൾ എന്താ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത്? വസുന്ധര അവളുടെ കൈകളിൽ പിടിച്ചു. അപ്പോഴേക്കും ചന്ദ്രശേഖരനും അവരുടെ അരികിലെത്തി. ഞങ്ങളുടെ 2ാമത്തെ മോനെ ശിവാനിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അവന് വേണ്ടി മോളെ വിവാഹാലോചിക്കാനാ വന്നത്. മോളുടെ അഭിപ്രായം എന്താ? അയാൾ പറഞ്ഞ കാര്യം കേട്ടപ്പോ അവളുടെ കണ്ണുകളിൽ വീണ്ടും അമ്പരപ്പ് നിറഞ്ഞു. മോളെ, വസുന്ധര ശിവയെ വിളിച്ചു. ശിവ അവരെ ഒന്ന് നോക്കി. മോള് നന്നായി ആലോചിച്ച് പറഞ്ഞാൽ മതി. ശിവയുടെ മുഖത്തെ അമ്പരപ്പ് കണ്ട് അരുന്ധതി പറഞ്ഞു. സോറി മാഡം, ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ. ശിവ അരുന്ധതിയെ നോക്കി പറഞ്ഞു. മറുപടിയായി അരുന്ധതി പുഞ്ചിരിച്ചു. അത് കുഴപ്പമില്ല, മോള് നന്നായി ആലോചിച്ച് പറഞ്ഞാൽ മതി. അവളുടെ ഷോൾഡറിൽ തട്ടി വസുന്ധര പറഞ്ഞു. സോറി മാഡം, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. വിവാഹത്തിന് താല്പര്യമില്ല. കാരണം നിങ്ങളൊക്കെ ഒരുപാട് ഉയരത്തിലുള്ളവരാണ്. ഞാനാണെങ്കിൽ ഒരു അനാഥയും. നിങ്ങൾക്ക് ചേർന്ന് നിങ്ങളെപ്പോലെയുള്ള ഉയർന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ശിവ അവരെ നോക്കി കൈകൂപ്പി പറഞ്ഞു. ചന്ദ്രശേഖരനും വസുന്ധരയും പരസ്പരം നോക്കി. മോളെ, ഞങ്ങൾ ഇത്രയും വന്നതല്ലേ, അവനെ ഒന്ന് കാണുന്നത് വിരോധമുണ്ടോ? വസുന്ധര പ്രതീക്ഷയോടെ ശിവയെ നോക്കി ചോദിച്ചപ്പോൾ അവൾ അനുവിനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും കോളിംഗ് ബെൽ മുഴങ്ങി. അവനാവും. മോളെ, ഒരു പ്രാവശ്യം അവനെ ഒന്ന് കണ്ടൂടെ? അവന് മോളെ അത്ര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടാ ഞങ്ങൾ ആലോചനയുമായി വന്നത്. മോൾക്ക് അവനെ ഇഷ്ടമായില്ലെങ്കിൽ ഞങ്ങൾ നിർബന്ധിക്കില്ല. ഒരു പ്രാവശ്യം അവനൊന്ന് കണ്ടൂടെ? വസുന്ധര വീണ്ടും പറഞ്ഞപ്പോ അവളുടെ വാക്കുകളെ തള്ളിക്കളയാൻ ശിവയ്ക്ക് കഴിഞ്ഞില്ല. കാരണം വസുന്ധരയെ അവൾ അത്രയ്ക്ക് ബഹുമാനിക്കുന്നുണ്ടായിരുന്നു. ശിവ അവരെ ഒന്ന് നോക്കി. അതിനുശേഷം തലയനക്കി. ഞാൻ തുറക്കാം അച്ഛാ. അതും പറഞ്ഞ് കിഷൻ പോയി വാതിൽ തുറന്നു. കിഷനോടൊപ്പം കയറി വരുന്നവരെ കണ്ട് ശിവാനി അനുവും ഞെട്ടി. ശിവാനി പുറകോട്ട് വെച്ചുപോയി. പെട്ടെന്ന് അനു അവളെ പിടിച്ചു. കണ്ണേട്ടൻ. ഇടറിയ ശബ്ദത്തിൽ ശിവാനി പതിയെ പറഞ്ഞു. കാർത്തിയെ കണ്ടപ്പോ സന്തോഷമാണോ സങ്കടമാണോ ദേഷ്യമാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അവൾ. ശിവയുടെ നിൽപ്പ് കണ്ട് കാർത്തി അവളുടെ അടുത്തേക്ക് വന്നു. ശിവ. അത് വിളിച്ചതേ കാർത്തിയുടെ കവിള് നോക്കി ശിവാനി ഒരെണ്ണം കൊടുത്തു. അതിനുശേഷം അവന്റെ ഷർട്ടിന്റെ കോളറി പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു. ചതിക്കുകയായിരുന്നല്ലേ? പറ്റിക്കുകയായിരുന്നല്ലേ? എന്തിനാ എന്നെ? ഞാൻ എന്ത് ദ്രോഹമാ നിങ്ങളോട് ചെയ്തത്? അവന്റെ കോളറി പിടിച്ചു വലിച്ച് വാക്കുകൾ പെറുക്കിക്കൂടി ശിവാനി അവനോട് പറഞ്ഞു. ശിവ. അവൾ അത്രയ്ക്ക് ഇമോഷണൽ ആവുന്നതിന്റെ കാരണം എന്തെന്ന് കാർത്തിക്ക് മനസ്സിലായില്ല. വിളിക്കരുത്, ചതിയനാ നിങ്ങള്. എനിക്ക് കാണണ്ട നിങ്ങളെ. ഓ. അതും പറഞ്ഞ് അവനെ തള്ളി മാറ്റിയ ശേഷം അവൾ മുറി കയറി കതകടച്ചു. അനുവിനും കിച്ചുവിനും അല്ലാതെ വേറെ ആർക്കും ഒന്നും മനസ്സിലായില്ല. കാർത്തി വീണ്ടും ശിവാനിയുടെ മുറിയിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോ കാർത്തി. ചന്ദ്രശേഖരന്റെ ശബ്ദം ഉയർന്നപ്പോ കാർത്തി നിന്ന ശേഷം ശേഖരനെ നോക്കി. എന്താ ഇവിടെ നടക്കുന്നത്? പെട്ടെന്ന് ചന്ദ്രശേഖരന്റെ ശബ്ദം അവിടെ ഉയർന്നു.
കണ്ണൻ കിച്ചുവിനെ നോക്കിയപ്പോ കിച്ചു സീലിംഗിന്റെ ഭംഗിയെ നോക്കി നിന്നു. കാർത്തി, എന്തിനാ ആ കുട്ടി നിന്നെ തല്ലിയത്? നീ അവളെ ചതിച്ചു, പറ്റിച്ചു എന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നല്ലോ. കാർത്തി, സത്യമേ പറയാൻ പാടുള്ളൂ. ശേഖരൻ ഗൗരവത്തോടെ കാർത്തിയോട് പറഞ്ഞു. അച്ഛാ, അത്... കാർത്തി പരുങ്ങാൻ തുടങ്ങി. അതോടെ കണ്ടത് ചന്ദ്രശേഖരന്റെയും വസുന്ധരയുടെയും ഉള്ളിൽ സംശയം നിറഞ്ഞു. കിച്ചു, നീ എങ്കിലും പറ, എന്താ ഇവിടെ നടക്കുന്നത്? ആ കുട്ടി എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? വസുന്ധര നെറ്റിച്ചൊളിച്ച് സംശയത്തോടെ കിച്ചുവിനോട് ചോദിച്ചു. മറുപടിയായി കിച്ചു കാർത്തിയെ നോക്കി. അതോടെ ആയപ്പോ വസുന്ധര അനുവിന്റെ അടുത്തേക്ക് ചെന്നു. മോളെങ്കിലും പറ, എന്താ സംഭവിച്ചത്? അനുവിന്റെ കൈകളിൽ പിടിച്ച് വസുന്ധര ചോദിച്ചപ്പോൾ അനു എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അനു പറഞ്ഞു കഴിഞ്ഞപ്പോ വസുന്ധരയുടെ കൈകൾ കാർത്തിയുടെ കവിളിൽ പതിഞ്ഞു. നിന്നെ ഇങ്ങനെയാണോടാ ഞങ്ങൾ വളർത്തിയത്? ഒരു പെൺകുട്ടിയെ പറഞ്ഞു പറ്റിച്ച് അവളെ ചതിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? വസുന്ധര ദേഷ്യത്തോടെ ചോദിച്ചു. അമ്മേ, അത് ഞാൻ... മിണ്ടരുത്, നീ ഇത്ര ഒപ്പിച്ചു വെച്ചിട്ട്... അതും പറഞ്ഞ് വസുന്ധര ശിവയുടെ അടുത്തേക്ക് പോയി. വാതിൽ പൂട്ടിയിരുന്നില്ല. വാതിൽ തുറന്ന് വസുന്ധര അകത്ത് കയറി. ശിവ മുഖം കാൽമുട്ടിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയായിരുന്നു. മോളെ. വസുന്ധര ശിവയുടെ ഷോൾഡറിലൊന്ന് തൊട്ടു. കലങ്ങിയ മിഴികളുമായി ശിവ മുഖം ഉയർത്തി വസുന്ധരയെ നോക്കി. മോളെ, അവ ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. ഒരു കുട്ടിയെ ഇഷ്ടമാണ്, പേര് ശിവാനി എന്നാണ്. അനു എന്നൊരു കൂട്ടുകാരി മാത്രമേ ഉള്ളൂ. നിങ്ങൾ സന്തോഷമായി നടത്തി തരണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ കാര്യമോ നിങ്ങൾ ഒരുമിച്ചാണ് താമസം എന്നൊന്നും പറഞ്ഞില്ല. ശിവയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് വസുന്ധര പറഞ്ഞു. അപ്പോഴേക്കും അനു അങ്ങോട്ടേക്ക് വന്നു. ശിവ, എഴുന്നേക്ക്. അങ്കിളും ഏട്ടനും ഏട്ടത്തിയും ഒക്കെ വന്നതല്ലേ, വാ. അനു ശിവയെ പതിയെ എഴുന്നേൽപ്പിച്ചു. 3 പേരും പുറത്തേക്ക് വന്നു. ക്ഷമിക്കണം, എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. നാദ ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഒരേട്ടനുള്ള കാര്യമോ നിങ്ങളാണ് അച്ഛനും അമ്മയും എന്നോ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം കിച്ചുവിനെ വിളിച്ചപ്പോ ഏട്ടന്റെ കല്യാണാണെന്ന് അറിഞ്ഞത്. എന്നെ ചതിച്ചു എന്ന് ഓർത്തുപോയി. അതാ ഞാൻ. അങ്കിളും ആന്റിയും ക്ഷമിക്കണം. അതും പറഞ്ഞ് കാലി വീഴാൻ തുടങ്ങിയവളെ 2 പേരും തടഞ്ഞിരുന്നു. മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെ കാണിച്ച 1 അല്ല 4 എണ്ണം കൊടുക്കണം. ശേഖരൻ അവളെ ചേർത്ത് പിടിച്ച് കാർത്തിയെ നോക്കി കണ്ണുരുട്ടി പറഞ്ഞു. വസുന്ധരയും ശേഖരനെയും ശിവയും അനുവും കൂടി എല്ലാം പറഞ്ഞു തീർത്തു. കാർത്തി ശിവയോട് സംസാരിച്ചെങ്കിലും അവൾ അവനോട് ഒന്നും സംസാരിച്ചില്ല. പിന്നെ തൊട്ടടുത്ത മുഹൂർത്തത്തിൽ എല്ലാവരുടെ അനുഗ്രഹത്തോടെ കണ്ണ ഒന്നുകൂടി ശിവയെ താലികെട്ടി. രാത്രി നിലാവെളിച്ചവും കണ്ട് ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു ശിവ. ശിവ. പിന്നിൽ വന്നു നിന്ന് പതഞ്ഞ ശബ്ദത്തിൽ അവൻ വിളിച്ചത് കേട്ടിട്ടും അവൾ തിരിഞ്ഞു നോക്കിയില്ല. കണ്ണ അവളുടെ ഷോൾഡറിൽ പതിയെ തൊട്ടപ്പോ അവൾ കൈ തട്ടി മാറ്റി അകത്തേക്ക് പോകാൻ തുടങ്ങി. കണ്ണൻ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് മുട്ടുകുത്തി അവളുടെ മുന്നിൽ നിന്നു. ശിവ, ഞാനൊന്നും പറഞ്ഞില്ല എന്നത് തെറ്റാണ്. ഞാൻ ഒന്നും പറയാതിരുന്നത് നിന്നെ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ്. കണ്ടപ്പോ തന്നെ ഒരു പെൺകുട്ടിയോട് എനിക്ക് ഇഷ്ടം തോന്നി. അവളെ അടുത്തറിഞ്ഞപ്പോ ആർഭാടത്തിനോട് സമ്പത്തിനോട് താല്പര്യമില്ലാത്തവൾ. അതാ ഒന്നും പറയാതിരുന്നത്. ശിവയുടെ കൈകളെ കൂട്ടിപ്പിടിച്ച് കാർത്തി പറഞ്ഞപ്പോ അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഒന്ന് ചോദിക്കട്ടെ ശിവ, ഞാൻ നാദ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥരായ ചന്ദ്രശേഖരന്റെയും വസുന്ധരയുടെയും മകനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ എന്നെ സ്നേഹിക്കുമായിരുന്നോ? കാർത്തി എഴുന്നേറ്റ് ശിവയുടെ മുഖം കൈക്കൊമ്പിളെടുത്ത് ചോദിച്ചു. ശിവ അവനെ ഒന്ന് നോക്കിയിട്ട് ഇല്ല എന്ന് തലയാട്ടി കാണിച്ചു. അതുകൊണ്ടാ ഞാൻ ഒന്നും പറയാതിരുന്നത്. കാർത്തി അതും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. ശിവ കാർത്തിയുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. എന്നെ എന്താ കുറച്ചു ദിവസം വിളിക്കാതിരുന്നത്? കാർത്തിയെ കെട്ടിപ്പിടിച്ച് അവൾ ചോദിച്ചു. നമുക്ക് അവിടെ ഇരിക്കാം. അതും പറഞ്ഞ് കാർത്തി ശിവയും കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ചാരുകസേരയിൽ ഇരുന്ന ശേഷം ശിവയെ അവന്റെ മടിയിലിരുത്തി. എന്നെയും കിച്ചുവിനെ അച്ഛൻ വിളിച്ചത് ഏട്ടന്റെ കല്യാണം നടത്താനാ. ഏട്ടത്തിയുടെ വീട്ടിൽ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏട്ടന്റെ ഇഷ്ടം വീട്ടിൽ പറയുന്നത്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഏട്ടത്തിയെ വീട്ടിൽ നിന്ന് ചാടിക്കലും ഓടിച്ചിട്ട് കല്യാണം. അതിനിടക്ക് വിളിക്കാനും ഫോൺ നോക്കാനും പറ്റിയില്ല. അതിനിടയ്ക്ക് അത് ഓഫായി പോയി. അതാ വിളിക്കാൻ പറ്റാതെ വന്നത്. എല്ലാം കഴിഞ്ഞ് നിന്നെ വിളിച്ചപ്പോ നീ ഫോണും എടുത്തില്ല. സോറിഡി. ഇനി ഒരു കാര്യവും നിന്നോട് പറയാതിരിക്കില്ല, സത്യം. അതും പറഞ്ഞ് കണ്ണ ശിവയെ കെട്ടിപ്പിടിച്ചു. കണ്ണേട്ട വേദനിക്കും. കാർത്തി കെട്ടിപ്പിടിച്ചപ്പോ അവൾ പറഞ്ഞു. കുറെ ദിവസം ആയില്ലേ, സ്നേഹിച്ച് വേദനിപ്പിക്കട്ടെ. കാർത്തി അവളുടെ കാതോരം പറഞ്ഞപ്പോ നാണം കൊണ്ട് ശിവയുടെ മുഖം ചുവന്നു. എന്റെ പെണ്ണിന് നാണം വന്നു. അതും പറഞ്ഞ് കാർത്തി ശിവയുടെ താടി പിടിച്ചുയർത്തി. സ്നേഹിച്ച് വേദനിപ്പിക്കട്ടെ. കാർത്തി ഒരിക്കൽ കൂടി ശിവയുടെ കാതോരം ചോദിച്ചു. കാർത്തി അത് ചോദിച്ചപ്പോ ശിവ അവന്റെ കൈകളെടുത്ത് അവളുടെ വയറിന്റെ മുകളിൽ വെച്ചു. കണ്ണം വിശ്വാസം വരാതെ ഞെട്ടലോടെ ശിവയെ നോക്കി. ഈ സന്തോഷം പറയാനാ അന്ന് ഞാൻ കണ്ണേട്ടനെ വിളിച്ചത്. അപ്പോ കേട്ടത്, ഇങ്ങനെ ഒരാൾ എന്റെ ഉള്ളിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായി ഞാനിപ്പോ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല കണ്ണേട്ട. അവൾ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. സോറി മോളെ. കാർത്തി അവളുടെ തലയിലൂടെ തലോടിക്കൊണ്ട് പറഞ്ഞു. ഇനി എന്നെ ഒറ്റയ്ക്കാക്കാതിരുന്നാ മതി. കാർത്തിയുടെ കണ്ണുകളിലേക്ക് നോക്കി ശിവ പറഞ്ഞപ്പോ അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റി ചുണ്ടുകൾ ചേർത്ത് ഇനി ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല എന്ന വാക്ക് നൽകി. ശിവ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷായി. മോനെ കിച്ചു, നീ ആരെങ്കിലും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറയണം. നിന്റെ വിവാഹമെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് കൂടാനാ. ശേഖരൻ കിച്ചുവിനെ നോക്കി പറഞ്ഞു. എനിക്കൊരാളെ ഇഷ്ടമാ, പക്ഷെ അവൾക്ക് ഇഷ്ടമാണോ എന്ന് അറിയില്ല. കിച്ചു എല്ലാവരെയും നോക്കി പറഞ്ഞു. അവൾക്കും ഇഷ്ടമാ. ശിവ പെട്ടെന്ന് പറഞ്ഞു.
എന്താ? കിച്ചു ഞെട്ടലോട് ചോദിച്ചു. അനുവല്ലേ ആള്, അവൾക്ക് നിന്നെ ഇഷ്ടമാണ്. ശിവ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു. അപ്പൊ ആ കാര്യത്തിലും തീരുമാനമായി. ശേഖരൻ കിച്ചുവിനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. പിന്നീട് തൊട്ടടുത്ത മുഹൂർത്തത്തിൽ കിച്ചു അനുവിനെയും താലികെട്ടി സ്വന്തമാക്കി. രാത്രി കണ്ണിന്റെ നെഞ്ചി കിടക്കുകയായിരുന്നു ശിവ. എനിക്ക് എന്ത് സന്തോഷാണെന്നറിയോ കണ്ണേട്ടാ. ആരും ഇല്ലാതിരുന്ന എനിക്കിപ്പോൾ എല്ലാവരും ഉണ്ട്. എന്റെ പ്രണയവും എന്റെ സൗഹൃദവും ഒരു നല്ല കുടുംബവും. ശിവൻ നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു. എല്ലാം കേട്ട കണ്ണൻ ശിവയുടെ നെറ്റി ചുണ്ടുകൾ ചേർത്തു. ശിവ അവന്റെ ഹൃദയതാളവും ആസ്വദിച്ചു കിടന്നു. വരാനുള്ള സന്തോഷത്തിന്റെ നാളുകളെ സ്വപ്നം കണ്ടുകൊണ്ട്.